ലോറി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലോഹം, വലിയൊരു ലോഹം അവിടെ ഉണ്ട് എന്ന രീതിയിലുള്ള സിഗ്നൽ ലഭിച്ചതും അത് ലോറിയാകാം എന്ന രീതിയിലേക്ക് സൈന്യം എത്തുകയും ചെയ്തത്. അത് ലോറിയാണ് എന്ന് കർണാടക സർക്കാർ പിന്നീട് സ്ഥിരീകരിക്കുന്നു. പക്ഷേ സൈന്യത്തിന് മുമ്പിലുള്ള വെല്ലുവിളിയായത്, അല്ലെങ്കിൽ ഇന്നലെ തന്നെ ആ ലോറി മുകളിലേക്ക് എന്തുകൊണ്ട് എത്തിച്ചില്ല എന്നുള്ള ചോദ്യം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. കാരണം നിരവധി ആളുകളാണ് നമ്മുടെ മാധ്യമത്തിലൂടെ അടക്കം ഇതെന്തായി, അർജുനായുള്ള തെരച്ചിൽ എന്തായി എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സോണാർ ഉപയോഗിച്ചുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു നിഴൽ പോലെയുള്ള ചിത്രമാണ്. അത് കൃത്യമായി അതിൽ ആ ട്രക്ക് നമുക്ക് കാണാൻ കഴിയില്ല. അത് ട്രക്കാണ് എന്ന് നമുക്ക് വിചാരിക്കാവുന്ന രീതിയിൽ, സ്ഥിരീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു നിഴൽ ചിത്രമാണ് ഈ സോണാർ ഉപയോഗിച്ച് ലഭിക്കുക. അത് പല ഭാഗത്തു നിന്നുമുള്ള അതിന്റെ ചിത്രം ഈ സൈന്യം ശേഖരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം അത് ഇത്ര അടി താഴ്ചയിൽ ആ വസ്തു ഉണ്ട്, അതിലേക്ക് എത്തി അത് അർജുന്റെ ട്രക്കാണ് എന്ന സ്ഥിരീകരണം സൈന്യത്തിന് നൽകണമെങ്കിൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള സ്കൂബ ഡൈവേഴ്സ് അവിടെ എത്തി അത് ട്രക്കാണ് എന്ന് സ്ഥിരീകരണം നടത്തണം. പക്ഷേ ഏറ്റവും അതിനുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സീറോ വിസിബിലിറ്റിയാണ്. ഇത് ഇപ്പോൾ ഈ ജലത്തിൽ ഒട്ടും തന്നെ ലൈറ്റ് ഇല്ല. അതായത് അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് അവിടെ പൂർണ്ണമായും സീറോ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമത് അവിടേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. രണ്ട്, ഏറ്റവും പ്രതികൂലമായി നിൽക്കുന്ന മറ്റൊരു സാഹചര്യം അടിയൊഴുക്ക്. കഴിഞ്ഞ ദിവസമൊക്കെ ഡിഫൻസ് PRO നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്നത് ആ അടിയൊഴുക്കാണ്. നമ്മൾ കാണുന്ന ഈ ഉപരിതലത്തിലുള്ള ഒഴുക്കല്ല അടിയിലേക്ക് ചെല്ലുമ്പോൾ. അത് ഡൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിലുള്ള ഒഴുക്കുണ്ട് എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ അതിന് ആ വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് എത്താനും അത് അർജുന്റെ ലോറിയാണെന്നും അല്ലെങ്കിൽ അർജുൻ അതിനകത്തുണ്ടോ എന്നും ഒക്കെ അറിയാനുള്ള ഏറ്റവും കീ ഘടകം എന്ന് പറയുന്നത് ഈ ഡൈവേഴ്സ് ആണ്. ഡൈവേഴ്സ് അവിടെ തയ്യാറായിട്ടുണ്ടോ? ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചോ? 7:30 ആരംഭിക്കും. അശ്വതി സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റഡാറിന് പിന്നാലെ സോണാർ സിഗ്നൽ ലഭിച്ചത് തന്നെയാണ് ഇതിൽ ഏറ്റവും അതിനിർണായകമെന്ന് പറയുന്നത്. അശ്വതി സൂചിപ്പിച്ചതുപോലെ ഈ വെള്ളം വലിയ തോതിൽ കലങ്ങിയ അവസ്ഥയിലാണ്. കാരണം അത്രയും വലിയൊരു മലയാണ് ഇടിഞ്ഞ് ഈ പുഴയിലേക്ക് വീണത്. അതുകൊണ്ട് തന്നെ അടിയിലുള്ള ഈ വിസിബിലിറ്റി അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. ഇന്നലെ രാത്രിയും പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു. രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ ഇത്തരത്തിൽ പരിശോധന, അതായത് തിരച്ചിൽ നടത്തുന്നത് അതിദുഷ്കരമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം 10 മണിയോടുകൂടി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അല്പസമയത്തിനകം, അതായത് 7:30 തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കരസേനയും നാവികസേനയും എല്ലാ രക്ഷാസേനകളും ഒന്നിച്ചുള്ള ഒരു തെരച്ചിൽ, ഒരേ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ. ഇനി ഏറ്റവും പ്രധാനം, ഇതിൽ നിന്നും സൈന്യത്തിന്റെ ഒരു സ്ഥിരീകരണം നമുക്ക് വന്നിട്ടുണ്ട്. സൈന്യം വ്യക്തമാക്കുന്നത് ലോറി പുറത്തേക്ക് എടുക്കലല്ല പ്രധാനം, അർജുനനെ കണ്ടെത്തലാണ്. ആ ദൗത്യമാണ് ഇന്നുണ്ടാവുക എന്ന സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കരസേനയും നാവികസേനയും ഇന്ന് സംയുക്തമായി അർജുനു വേണ്ടിയുള്ള ഈ തെരച്ചിൽ ഉണ്ടാകും. ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വളരെ വളരെ എളുപ്പത്തിൽ അർജുനിലേക്ക് എത്താൻ സാധിക്കും. ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ നമുക്ക് ആ വാർത്ത പുറത്ത് എത്തിക്കാൻ സാധിക്കും. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അർജുനെ കണ്ടെത്താനാക്കും. അത്തരത്തിലുള്ള ഒരു ഊർജിതമായ തിരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും നിലവിൽ മഴയില്ല. ഏതെങ്കിലും തരത്തിൽ രാവിലെ ഈ രക്ഷാപ്രവർത്തനത്തിന് തിരച്ചിലിന് ബാധിക്കുന്ന തരത്തിലുള്ള കാലാവസ്ഥ, പ്രതികൂലമായ കാലാവസ്ഥയില്ല. കൂടുതൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഈ സ്ഥലത്ത്, അതായത് ഈ ഐബോർഡ് ഡ്രോൺ ആണ് ഏറ്റവും നിർണായകമാവുക. അതിൽ ഈ ചളി പൂണ്ട് കിടക്കുന്ന ഇടങ്ങളിലൊക്കെ 20 മീറ്റർ താഴ്ചയിലൊക്കെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താനാകും, കൃത്യമായി കണ്ടെത്താനാകും. അത് 9:45 രാജധാനി എക്സ്പ്രസിൽ കാർവാറിലെത്തുന്നുണ്ട്. 11:30 ഈ ഡ്രോൺ ഈ സംഭവ സ്ഥലത്തെത്തും. ഏകദേശം 12 മണിയോടുകൂടി തന്നെ ഡ്രോൺ ഇവിടെ ഇത്തരത്തിൽ ഇത് പരിശോധന ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആ സമയത്ത് കർശന നിയന്ത്രണമാണ് ഈ മേഖലകളിൽ. കാരണം സൈന്യം ഉപയോഗിക്കുന്ന ആ തരത്തിലുള്ള ഉപകരണങ്ങളിൽ വലിയ തോതിലുള്ള ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് സാങ്കേതിക തകരാറുണ്ടാകും. അത്രയും സൂക്ഷ്മതയോടുകൂടിയുള്ള പരിശോധനയാണ്. എന്തായാലും ക്ലാരിറ്റി വരുത്തേണ്ടത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള, അതായത് ഈ സോണാർ ഉപയോഗിച്ചുള്ള സിഗ്നൽ അയക്കുകയും അത് ഇതിന് സോണാറിൽ നിന്നുള്ള
രശ്മി അല്ലെങ്കിൽ സൗണ്ട് വേവ് ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു വരുന്ന അതിന്റെ ദൂരമൊക്കെ അളന്നിട്ടാണ് കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ അവിടെ ട്രക്ക് ഉണ്ട് എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ചെയ്തതിന് പുറമെ ഇന്ന് വീണ്ടും ആ അടയാളപ്പെടുത്തൽ ഉണ്ടാകും, എവിടെയാണ് എന്നുള്ളതിനുള്ള കൃത്യമായ അടയാളപ്പെടുത്തൽ ഉണ്ടാകും. അതിനുശേഷം മാത്രമേ ഇന്നത്തെ തെരച്ചിൽ തുടങ്ങുകയുള്ളൂ എന്ന് തന്നെയാണ് അല്ലെ ബൈജു? അതിന് കാരണം കൃത്യമായി എവിടെയാണ് ഉള്ളത് എന്ന് അറിയണമെങ്കിൽ ഇതിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കേണ്ടതുണ്ട്. ആ സിഗ്നൽ ലഭിക്കണമെങ്കിൽ മറ്റേ മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ ഓൺ ആകരുത്, മറ്റൊരു സിഗ്നലിനെയും അത് ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടല്ലേ അവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് അവർ പറയുന്നത്.